ലോഗോസ് ട്രിവയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാഷകൻ 41-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1. തൻ്റെ സമ്പത്തിൻ്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന് എന്തിനെപ്പറ്റി ഓർക്കുന്നതാണ് അരോചകം? ഓപ്ഷൻസ്: മരണവിധിയെപ്പറ്റി, മരണത്തെപ്പറ്റി, ആയുസ്സിനെപ്പറ്റി. ഉത്തരം: മരണത്തെപ്പറ്റി. 2. അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവന് എന്തിനെപ്പറ്റി ഓർക്കുന്നതാണ് അരോചകം? ഓപ്ഷൻസ്: അന്ത്യവിധിയെപ്പറ്റി, ആയുസ്സിനെപ്പറ്റി, മരണത്തെപ്പറ്റി. ഉത്തരം: മരണത്തെപ്പറ്റി. 3. എന്താസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് മരണത്തെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകം എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: രുചികരമായ വിഭവങ്ങൾ, സ്വാദിഷ്ടമായ വിഭവം, സുഖഭോഗങ്ങൾ. ഉത്തരം: രുചികരമായ വിഭവങ്ങൾ. 4. മരണമേ, നിന്റെ വിധി എത്രയോ സ്വാഗതാർഹം എന്ന് പ്രഭാഷകൻ പറയുന്നതിൽ പെടാത്തത് ആര്? ഓപ്ഷൻസ്: ദരിദ്രൻ, ശക്തി ക്ഷയിച്ചവൻ, സമാധാനപൂർവ്വം ജീവിക്കുന്നവൻ. ഉത്തരം: സമാധാനപൂർവ്വം ജീവിക്കുന്നവൻ. 5. മർത്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പ് എന്താണ്? ഓപ്ഷൻസ്: മരണം, മരണവിധി, അന്ത്യവിധി. ഉത്തരം: മരണവിധി. 6. ആരുടെ സന്താനങ്ങളാണ് മ്ലേച്ഛസന്തതികൾ? ഓപ്ഷൻസ്: ദൈവഭയം ഇല്ലാത്തവരുടെ സന്താനങ്ങൾ, പാപികളുടെ സന്താനങ്ങൾ, ദൈവഭക്തി ഇല്ലാത്തവൻ്റെ സന്താനങ്ങൾ. ഉത്തരം: പാപികളുടെ സന്താനങ്ങൾ. 7. പാപികളുടെ സന്താനങ്ങൾ എവിടെയാണ് സമ്മേളിക്കുന്നത്? ഓപ്ഷൻസ്: ദൈവഭയമില്ലാത്തവരുടെ വീടുകളിൽ, ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ, ദൈവഭക്തിയില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ. ഉത്തരം: ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ. 8. ആരുടെ അവകാശമാണ് നശിച്ചു പോകുന്നത്? ഓപ്ഷൻസ്: പാപികളുടെ, പാപികളുടെ സന്താനങ്ങളുടെ, ദൈവഭയം ഇല്ലാത്തവൻ്റെ. ഉത്തരം: പാപികളുടെ സന്താനങ്ങളുടെ. 9. ദൈവഭയം ഇല്ലാത്ത പിതാവിനെ ആരാണ് കുറ്റപ്പെടുത്തുക? ഓപ്ഷൻസ്: ദൈവഭക്തൻ, മക്കൾ, ജ്ഞാനിയായ മക്കൾ. ഉത്തരം: മക്കൾ. 10. ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നതാര്? ഓപ്ഷൻസ്: ദൈവഭയമില്ലാത്തവൻ, പാപി, ദുഷ്കർമ്മി. ഉത്തരം: ദൈവഭയമില്ലാത്തവൻ. 11. എന്തിനെ പ്രതിയാണ് മനുഷ്യൻ വിലപിക്കുന്നത്? ഓപ്ഷൻസ്: ശാപത്തെ പ്രതി, മരണത്തെ പ്രതി, ശരീരനാശത്തെ പ്രതി. ഉത്തരം: ശരീരനാശത്തെ പ്രതി. 12. ആരുടെ പേരുകളാണ് മാഞ്ഞു പോകുന്നത്? ഓപ്ഷൻസ്: പാപികളുടെ, ദൈവഭയം ഇല്ലാത്തവൻ്റെ, ദൈവകൽപ്പനകൾ നിരസിക്കുന്നവൻ്റെ. ഉത്തരം: പാപികളുടെ. 13. 1000 സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമായതെന്ത്? ഓപ്ഷൻസ്: സൽകീർത്തി, ദാനധർമ്മം, വിജ്ഞാനം. ഉത്തരം: സൽകീർത്തി. 14. പ്രഭാഷകൻ 41:13 പ്രകാരം ശാശ്വതമായിട്ടുള്ളത് എന്ത്? ഓപ്ഷൻസ്: സത്കീർത്തി, ഉപദേശം, ദാനധർമ്മം. ഉത്തരം: സത്കീർത്തി. 15. എന്തു പാലിച്ച് സമാധാനത്തിൽ വർത്തിക്കുവിൻ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: ചുമതലകൾ, കൽപ്പനകൾ, ഉപദേശങ്ങൾ. ഉത്തരം: ഉപദേശങ്ങൾ. 16. പൂരിപ്പിക്കുക. കുഞ്ഞുങ്ങളെ, ഡാഷ് പാലിച്ച് സമാധാനത്തിൽ വർത്തിക്കുവിൻ. ഓപ്ഷൻസ്: കൽപ്പനകൾ, ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ. ഉത്തരം: ഉപദേശങ്ങൾ. 17. പൂരിപ്പിക്കുക. വിഡ്ഢിത്തം മറച്ചുവെക്കുന്നവൻ ഡാഷ് ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമാണ്. ഓപ്ഷൻസ്: വിജ്ഞാനം, ജ്ഞാനം, അറിവ്.
ഉത്തരം വിജ്ഞാനം. 18 ആരുടെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുൻപിൽ ലജ്ജാഭരിതനാകുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: അത്യുന്നതൻ്റെ, കർത്താവിൻ്റെ, ദൈവത്തിൻ്റെ. ഉത്തരം ദൈവത്തിൻ്റെ. 19 ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുൻപിൽ എങ്ങനെയുള്ളവരായിരിക്കണം എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: സത്യസന്ധൻ, ലജ്ജാഭരിതൻ, സമചിത്തൻ. ഉത്തരം ലജ്ജാഭരിതൻ. 20 ആരുടെ മുൻപാകെ നടത്തിയ വഷളായ സംസാരത്തിൻ്റെ പേരിൽ ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: ദൈവഭക്തരുടെ, സ്നേഹിതന്മാരുടെ, അത്യുന്നതൻ്റെ. ഉത്തരം സ്നേഹിതന്മാരുടെ. 21 എന്തു ചെയ്തിട്ട് കൊട്ടിഘോഷിക്കാതിരിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: സഹായം, ദാനം, ഉപകാരം. ഉത്തരം ദാനം. 22 പൂരിപ്പിക്കുക. പരദൂഷണം ആവർത്തിക്കുന്നതിലും ഡാഷ് വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക. ഓപ്ഷൻസ്: ദാനധർമ്മം, കാരുണ്യപ്രവൃത്തി, രഹസ്യം. ഉത്തരം രഹസ്യം.